ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബോർഡ് മാസിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്തിരുന്നത്. ബോർഡ് മാസിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം 7 × 5 + 4 - 8/4. അപ്പോൾ നമുക്കറിയാം ആദ്യം ബ്രാക്കറ്റ് തന്നിരിക്കുന്നില്ല, ഓഫില്ല, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ 4 ടേമുകൾ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. അപ്പോൾ ഇതിൽ ആദ്യം എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്യുക. അപ്പോൾ 8/2 എത്ര? 8/4 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ 2 ആയി. അതുപോലെ 7 × 5 ഇപ്പോൾ എത്ര കിട്ടും? 35 ആയി. സോ 35 + 4 - 2 എന്ന് കിട്ടും. 35നോട് 4 കൂട്ടുമ്പോൾ 39, അതിൽ നിന്ന് 2 കുറച്ചാൽ 37. ഓക്കെ അല്ലേ? അത് രണ്ടാമത്തെ ചോദ്യം. ഇവിടെ ആദ്യം ഡിവിഷൻ ഉണ്ട്. അപ്പോൾ 4/2 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അതുപോലെ 15 × 2 30 + 7 - 6 × 2 എന്നായിട്ട് മാറും ഇല്ലേ? 4/2 2. സോ 6 × 2 12. 30 + 7 - 6 × 2 12. 30നോട് 7 ചേർക്കുമ്പോൾ 37. 37 നിന്ന് 12 കുറച്ചാൽ 37 നിന്ന് 10 കുറയ്ക്കുമ്പോൾ 27. 27 നിന്ന് 2 കുറയ്ക്കുമ്പോൾ 25. ഓക്കെ, അടുത്ത ചോദ്യം 16/8 × 3 - 4 + 17 × 2. ഇവിടെ 16/8 ഇതിനാദ്യം നമുക്ക് ചെയ്യാം. എത്ര കിട്ടും? 2 എന്ന് കിട്ടും. × 3 - 4 + 17 × 2 34. 2 × 3 6. 6 - 4 + 34. നോക്കാം. 6ൽ നിന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 2 കിട്ടും. ഞാൻ പറഞ്ഞു പ്ലസ് മൈനസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ പറയുന്ന അഡിഷൻ കഴിഞ്ഞിട്ട് തന്നെ സബ്ട്രാക്ഷൻ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പ്ലസ് മൈനസ് വരുമ്പോൾ ഏത് ഓർഡറിൽ വേണമെങ്കിലും സോൾവ് ചെയ്യാം. 6 - 4 ചെയ്യുമ്പോൾ 2 കിട്ടും. 2നോട് 34 ചേർക്കുമ്പോൾ 36. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത മോഡൽ. അതിൽ ബാക്കി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ബ്രാക്കറ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് കൂടി എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ചോദ്യം 3 + 4 - 2 + 7 × 6/2. ഇവിടെ നമുക്ക് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും എല്ലാം ഉണ്ട്. അതിനോടൊപ്പം ഇവിടെ എന്തുകൂടി ആഡ് ചെയ്തിട്ടുണ്ട്? ഒരു ബ്രാക്കറ്റ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓർഡർ പ്രകാരം എങ്ങനെയാണ്? ആദ്യം ബ്രാക്കറ്റ് സോൾവ് ചെയ്യണം. ബ്രാക്കറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ ബാക്കിയിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ 3+, അത് ബ്രാക്കറ്റിനകത്തല്ല, പുറത്ത്, അതുപോലെ എഴുതി. 3+ അതുപോലെ എഴുതി. 4 - 2 എന്ന് പറയുന്നത് ബ്രാക്കറ്റിനകത്താണ്. അപ്പോൾ ആദ്യം ആര് സോൾവ് ചെയ്യണം? ബ്രാക്കറ്റിനെ സോൾവ് ചെയ്യണം. തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് ഈ പറയുന്ന ഓർഡറിലേ ചെയ്യാവൂ. ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റിനെ സോൾവ് ചെയ്യുക. ബ്രാക്കറ്റിനകത്ത് 4 - 2 എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ബാക്കി +7 × 6/2. ബാക്കിയുള്ളവരല്ല അതുപോലെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് സാധാരണ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക? ഡിവിഷൻ ചെയ്യുക. 6/2 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 3 എന്ന് കിട്ടും അല്ലെ? ഇനി 3 + 2 + 7 × 3 എന്നായിട്ട് മാറും. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് 7 × 3 ആണ്. 7 × 3 എത്ര കിട്ടും? 21. സോ ഇത്രയും ചെയ്യുമ്പോൾ 21 ആവും. 21നോട് 3ഉം 2ഉം കൂടെ കൂട്ടണം. 21നോട് 2 കൂട്ടുമ്പോൾ 23, 3 കൂട്ടുമ്പോൾ 26. ഓക്കെ, അടുത്തൊരു ചോദ്യം കൂടെ നോക്കാം. 7 + 7 × 4 + 3 / 12 - 5. ഇവിടെ ഓർഡറിൽ അഡിഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ആരെ സോൾവ് ചെയ്യണം? ബ്രാക്കറ്റിനെ സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിനെ ആദ്യം സോൾവ് ചെയ്യാം. 7 × 4 + 3. ബ്രാക്കറ്റിനകത്തുള്ളത് ആരാണ്? 4 + 3. 4 + 3 ആദ്യം ചെയ്യുക. 4 + 3 ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും. ഡിവൈഡ്. അതുപോലെ 12 - 5, അതും ബ്രാക്കറ്റിനകത്താണുള്ളത്. സോ 12 - 5 ചെയ്യുക, അതും 7 എന്ന് കിട്ടും. അടുത്ത ചെയ്യേണ്ട ഡിവിഷൻ ആണ്. 7/7. 7/7 ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ, എപ്പോഴും ഓർമ്മിക്കുക, ഒരു സംഖ്യ 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എല്ലായ്പ്പോഴും ഉത്തരം എന്തായിരിക്കും? 1 ആയിരിക്കും. ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം എല്ലായ്പ്പോഴും 1 ആയിരിക്കും. സോ ഇത് 7 × ഇത്രയും ചെയ്യുമ്പോൾ എത്രയെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. 7 × ഉത്തരം 7. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 2 കാര്യങ്ങൾ. ഏതൊരു നമ്പറിന്, ഞാനൊരു നമ്പറിനെ x എന്ന് വിളിച്ചു. ഏതോ ഒരു നമ്പർ ഞാൻ വെറുതെ x എന്ന് വിളിച്ചു. ആ നമ്പറിനെ ഞാൻ അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ ഉത്തരം എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഇനി ഒരു നമ്പറിനെ ഞാൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം എപ്പോഴും അതേ നമ്പർ ആയിരിക്കും. ഉദാഹരണത്തിന് 5നെ 5 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. സെയിം നമ്പർ മുകളിലും താഴെ വരുമ്പോൾ എത്രയായിരിക്കും? ഉത്തരം 1 ആയിരിക്കും. ഇനി 5നെ ഞാൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ ഉത്തരം 5. എന്നാണ് പറഞ്ഞത്, ഒരു നമ്പറിനെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഉത്തരം എപ്പോഴും അതേ നമ്പർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ബ്രാക്കറ്റ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, ഇത്രയും കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഓഫ് എന്ന് പറയുന്ന ഒന്നുകൂടി ഉണ്ട്. അതും കൂടി നോക്കാം. ഇപ്പൊ ഇവിടെ
ഞാൻ 2 ചോദ്യം എഴുതിയിട്ടുണ്ട്. അതിൽ അഡീഷനും ഈ പറയുന്ന ഡിവിഷനും മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ഉണ്ട്. അതിനോടൊപ്പം ഓഫും ബ്രാക്കറ്റ് എല്ലാം ആഡ് ചെയ്തിട്ട്, അതായത് എല്ലാം ചേർത്തുള്ള ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മളിത് പഠിക്കുന്നത് നിങ്ങൾക്ക് ചോദ്യം ഇങ്ങനെ തന്നെ വരുമെന്നല്ല. ഒരിക്കലും പരീക്ഷയ്ക്ക് ഇങ്ങനെ നീളത്തിലൊരു ചോദ്യം വരണമെന്നില്ല. ഇതിൽ ഏതെങ്കിലുമൊക്കെ ആൾക്കാർ എന്ത് ചെയ്യാം, ഒരുമിച്ച് വരാം. ചിലപ്പോൾ ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കാം, 15 ഡിവൈഡ് ബൈ 5 പ്ലസ് 7 ഇങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഓർഡർ പ്രകാരം മനസ്സിലൊന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഡിവിഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് വരത്തുള്ളൂ, അഡിഷൻ വരത്തുള്ളൂ. ഇവിടെ ഡിവിഷൻ ആദ്യം എഴുതിയതുകൊണ്ടല്ല, ഇവിടെ ഇപ്പോൾ 17 മൈനസ് ഇങ്ങനെ വന്നു വെച്ചോ. ഇങ്ങനെ വന്നാലും 17 15 കുറച്ചതിന് ശേഷം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മൾ ഓർഡർ പറഞ്ഞു നോക്കുമ്പോൾ ഡിവിഷൻ കഴിഞ്ഞിട്ടേ ബാക്കി മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്സ്ട്രാക്ഷനും ഉള്ളൂ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് 15/5 ആണ്. അതിനുശേഷം എന്ത് ചെയ്യുക, 17 അത് കുറയ്ക്കുക, 7 കൂട്ടുക. ഓക്കെ, അപ്പൊ എല്ലായ്പ്പോഴും ആ ഓർഡർ മനസ്സിൽ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ഇവിടെ ചോദ്യത്തിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ വന്നത് ഓഫ് എന്ന് പറയുന്ന ടൈമാണ്. ഈ ഓഫ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ തന്നെ വേറെ രൂപമാണ്. പിന്നെ അത് ചോദിക്കുന്നത് വേറെ രീതിയിലായിരിക്കാം. ഇപ്പോൾ 3 2 + 2 ഇങ്ങനെ വന്നാൽ ഇവിടെ മീനിങ് എന്താണ്, 2 + 2 × 3 എന്നാണ്. അവിടെയൊക്കെ വരുന്ന മീനിങ് ആണ് ഓഫ്. പിന്നെ അവിടെ ഓർഡർ എന്ന് കൂടെ പറയും, അത് എക്സ്പോണന്റ് ആയിട്ട് വരും. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓഫ് എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്, മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അത് 2 തരത്തിൽ വരാം. ഇങ്ങനെ ഇടയിൽ ആരെയും പറയാതെ 3 ബ്രാക്കറ്റ് ഇട്ട് ഇങ്ങനെ, അത് ഇടയിൽ ചിഹ്നം എന്ന് പറഞ്ഞിട്ടില്ലേ, 3യുടെയും ഈ പറയുന്ന ബ്രാക്കറ്റിന്റെ ഇടയിൽ ചിഹ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം അവിടെ എന്തുണ്ടെന്നാണ്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെന്നാണ്. ഓക്കെ, അവിടെ ഓഫ് ഉണ്ടെന്നാണ്. അതുപോലെ ചിലപ്പോൾ സെന്റൻസ് ആയിട്ട് പറയാം 3 of 2 അങ്ങനെ പറഞ്ഞാലും എന്താണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഈ ചോദ്യം സോൾവ് ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ബ്രാക്കറ്റ് ആണ് അല്ലേ. ബ്രാക്കറ്റ് ആദ്യം സോൾവ് ചെയ്യാം. ബാക്കിയുള്ള ആൾക്കാരെല്ലാം നമുക്ക് അതുപോലെ എഴുതാം. 7 + 3 of 7 മൈനസ് 4 + 6 10 ഡിവൈഡ് ബൈ 5 × 2. അടുത്ത് ചെയ്യേണ്ടത് എന്താണ്, ഓഫ് ആണ്. സോ 3 of 7 എന്ന് പറയുമ്പോൾ 3 × 7. സോ 7 + 3 × 7. 3 × 7 നമുക്ക് എത്ര കിട്ടും, 21 അല്ലേ, 21 മൈനസ് അടുത്ത് ചെയ്യേണ്ടത് ആരെയാണ്, ഡിവിഷൻ ആണ്. 10 ഡിവൈഡ് ബൈ 5 എത്ര കിട്ടും, 2 × 2. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഡിവിഷൻ വരല സോൾവ് ചെയ്തു. ഇനി അടുത്ത് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 × 2 എത്ര കിട്ടും, 4 കിട്ടും. സോ 7 + 21 മൈനസ് 4. 7 + 21 എത്ര, 28. 28 മൈനസ് 4 എത്ര കിട്ടും, 24. ഓക്കെ അല്ലേ. അങ്ങനെ നമ്മുടെ അടുത്ത ചോദ്യം കൂടെ നോക്കാം. 6 ഡിവൈഡ് ബൈ 2 of 3 + 5 മൈനസ് 1 + 2. നമുക്ക് 1 + 2 ആദ്യം ചെയ്യാം, ഇത് 3 എന്ന് കിട്ടും ഇല്ലേ. അതുപോലെ 2 of 3 ആദ്യം ചെയ്യണം. സോ 6 ഡിവൈഡ് ബൈ 2 of 3 എന്ന് പറയുമ്പോൾ 2 × 3. 2 × 3 എത്ര കിട്ടും, 6 കിട്ടും. പ്ലസ് 5 മൈനസ് ഇത് നമ്മൾ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് 3. 6 ഡിവൈഡ് ബൈ 6, 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എല്ലായ്പ്പോഴും ഉത്തരം 1 ആയിരിക്കും. സോ 6/6 1 പ്ലസ് 5 മൈനസ് 3. 1 + 5 6 ആവും. 6ൽ നിന്ന് 3 കുറച്ചാൽ 3. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ബോഡ്മാസ് റൂൾ പ്രകാരമുള്ള ക്രിയകൾ. ഇതിൽ ഞാൻ വീണ്ടും പറയുന്നത് എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് ഇങ്ങനെയൊന്നും വരത്തില്ല. നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിലേതില്ല, ചിലപ്പോൾ ഡിവിഷനും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമായിട്ടായിരിക്കാം വരുന്നത്. ഏതെങ്കിലും ഒക്കെ 2 3 ചിഹ്നങ്ങൾ മാത്രമായിട്ടായിരിക്കാം വരുന്നത്. എങ്ങനെ വന്നാലും എന്ത് ചെയ്യുക, ആ ഓർഡർ തന്നെ സോൾവ് ചെയ്യുക. ഇനി നമ്മളിപ്പോൾ ചെയ്തെല്ലാം സാധാരണ നമ്പേഴ്സ് വെച്ചിട്ടാണ്. ഈ നമ്പറുകൾ മാത്രമല്ല, ഫ്രാക്ഷൻസും ഡെസിമൽസും എല്ലാം എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന നമ്പറിന് പകരം, അതായത് ഇപ്പൊ ഇവിടെ 4ന് പകരം ചിലപ്പോൾ 2/3 വരാം. ഓക്കെ, അങ്ങനെയുള്ള ഫ്രാക്ഷൻസ് നമുക്ക് വരാറുണ്ട്. അതുപോലെ ഡെസിമലും വരാറുണ്ട്. ഓക്കെ, അത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്ന് ഇതുവരെ പറഞ്ഞ ബോഡ്മാസിന്റെ റൂള് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ 3 ചോദ്യങ്ങൾ ഇവിടെ ഹോംവർക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്ത് നോക്കാനായിട്ട്. ഇതിന്റെ ആൻസർ നമ്മൾ അടുത്ത ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി, നമുക്കിപ്പോൾ ബോഡ്മാസിന്റെ റൂളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ഫ്രാക്ഷൻസ് വരുന്ന ചോദ്യങ്ങളും അതുപോലെ ഡെസിമൽ വരുന്ന ചോദ്യങ്ങളും അതൊരു 1-2 കൂടി ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ പിന്നെ നമുക്ക് ഓക്കെ ആവും. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വേറെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു വരുമ്പോൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നമുക്ക് അത് മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.